ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് NDA 2024 ആണ്. ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? കൺസിഡർ ദ ഫോളോയിങ് ഫോർ ദ നെക്സ്റ്റ് 2 items that follow. ഇവിടെ ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് കുറച്ച് ടഫായുള്ള ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സാധാ മെത്തേഡ് ഉണ്ട്, പക്ഷെ അതറിയണമെങ്കിൽ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ GP ജോമെട്രിക് പ്രോഗ്രഷൻ അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്താൽ ഇത് നോർമൽ മെത്തേഡിൽ മനസ്സിലാവുള്ളൂ. അത് മാത്രമല്ല, അത് ഭയങ്കര ലെങ്തിയും കൂടിയാണ്. അപ്പോൾ ഇത് NDA 2024 ആണ്. ഞാനിത് ഷോർട്ട് കട്ട് മെത്തേഡിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കാം. ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഡാറ്റ xi 1, 2, 3 etc. n ആണ്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ആർ 1, 2 raised to minus 1, 2 raised to minus 2, 2 raised to minus 3 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സിഗ്മ xi fi അല്ലെങ്കിൽ സിഗ്മ fi xi രണ്ടും ഒന്ന് തന്നെയാണല്ലോ അല്ലേ? സിഗ്മ xi fi എന്ന് പറഞ്ഞാലും സിഗ്മ fi xi എന്ന് പറഞ്ഞാലും രണ്ട് സെയിം തന്നെയാണല്ലോ. ഇതാണ് കാണേണ്ടത്. ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചാലോ? ഷോർട്ട് കട്ട് മെത്തേഡിലാണ് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത്. ബിക്കോസ് സാധാരണ മെത്തേഡ് ചെയ്യണമെങ്കിലുള്ള ബുദ്ധിമുട്ട് 1 into 1 plus 2 into 2 raised to minus 1 plus 3 into 2 raised to minus 2 കുറേ എഴുതാനുണ്ട്. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ കാര്യത്തിലോട്ട് കിടക്കണം, ലെങ്തി ആവും. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ് 97. ആദ്യം ഞാൻ 97 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അസ്യൂം ദാറ്റ് ദ നമ്പർ ഓഫ് ടേം ഈസ് 2. ഒരു ടേം ആയി കഴിഞ്ഞാൽ ശരിയായില്ലല്ലോ, 2 ടേം ഇരിക്കട്ടെ. നമ്പർ ഓഫ് ടേംസ് 2, n 2 ആണെന്ന് വിചാരിക്കുക. n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേംസ് ആണ് കേട്ടോ. അതെങ്ങനെ n നമ്പർ ഓഫ് ടേംസ് ആണെന്ന് മനസ്സിലായത്? 1, 2, 3 etc. n എന്നല്ലേ പോയിരിക്കുന്നത്. മീനിങ് ദാറ്റ് n റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ n 2 ആണ്. അപ്പോൾ 2 ടേമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ 2 ടേമേ ഉള്ളൂ, ബാക്കിയുള്ളത് നോക്കണ്ട. അപ്പോൾ ഇതുണ്ട്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഉണ്ട്, ഇതുണ്ട്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഉണ്ട്. 2 ഡാറ്റയേ ഉള്ളൂ. ഞാൻ ഷോർട്ട് കട്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. n = 2, 2 ടേമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? സിഗ്മ xi fi അല്ലേ? സിഗ്മ xi fi ആണ് കാണേണ്ടത്. അപ്പോൾ xi-ൻ്റെ fi എന്ന് പറയുമ്പോൾ ആദ്യം 1 into 1 ചെയ്യാം. ഡാറ്റയും ഫ്രീക്വൻസിയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 into 1 ചെയ്യാം, അത് 1 ആണ്. ഞാൻ ഇവിടെ സ്റ്റെപ്പ് കാണിക്കാം. 1 into 1 പ്ലസ് ഇനി അടുത്ത xi fi ഏതാണ്? 2 into 2 raised to minus 1 അല്ലേ? 2 into 2 raised to minus 1 ഇങ്ങനെ വരും. 1 into 1 ഇതാണ് xi fi. ബാക്കിയുള്ളത് ഇല്ലല്ലോ, നമ്പർ ഓഫ് ടേംസ് 2 ആയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ xi fi മനസ്സിലായല്ലോ. 1 into 1 plus 2 into 2 raised to minus 1 ഷോർട്ട് കട്ട് മെത്തേഡാണ്. എന്നിന് എന്തെങ്കിലും വാല്യൂ കൊടുക്കുക, ചെറിയ വാല്യൂ ആയാൽ ദാറ്റ് ഈസ് ബെറ്റർ. 1 into 1 1, 2 into 2 raised to minus 1 എന്ന് പറഞ്ഞാൽ 2 into 1/2 അല്ലേ? 2 into 1/2 എന്ന് പറഞ്ഞാൽ 1 ആണ്, അറിയാമല്ലോ. 2 into 1/2 1 ആണ്. 2 കിട്ടും. 2 വരുന്ന ചോയ്സ് ഏതാണെന്ന് നോക്കിയാൽ പോരെ? 2 വരുന്ന ചോയ്സ് ഏതാണെന്ന് നോക്കിയാൽ മതി. നമ്മൾ ഓരോ ഓപ്ഷൻസിലും n-ന് 2 കൊടുക്കണം. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ക്വസ്റ്റ്യനിൽ n-ന് എന്തെങ്കിലും വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ചോയ്സിലും n-ന് അതേ വാല്യൂ കൊടുക്കണം. അപ്പോൾ 2 വരുന്ന ചോയ്സ് ഏതാണെന്ന് ചെക്ക് ചെയ്യാം. ഏത് ഓപ്ഷനാണ് 2 വരുന്നത് അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ വെച്ച് തുടങ്ങാം അല്ലേ? ഓപ്ഷൻ എ വെച്ച് അങ്ങോട്ട് തുടങ്ങിയാലോ? ഓപ്ഷൻ എ പറയുന്നത് n-ന് 2 കൊടുത്താൽ ഓപ്ഷൻ എ കിട്ടുമോ? നമ്മളധികം സ്റ്റെപ്പുകളൊന്നും എഴുതില്ല കേട്ടോ. n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ n 2 ആണല്ലോ, അതെ, യെസ്, n 2 തന്നെയാണ്. 2 ക്യൂബ് അല്ലേ? മൈനസ് n-ന് 2 ആണല്ലോ അല്ലേ? ഡിവൈഡ് ബൈ 2 raised to 1 ശരിയല്ലേ? n-ന് 2 കൊടുത്തപ്പോൾ 2 raised to 2 minus 1, 2 raised to 1. ഇത് 8 minus 2 6 plus 2 8, 8/2 4 വരുന്നുള്ളൂ. ഇതല്ല, ശരിയാണല്ലോ. അപ്പോൾ നമ്മളിനി ഓപ്ഷൻ ബി നോക്കും. ശരിയാണ്, നമ്മൾ ചെയ്ത് ശരിയല്ലെന്ന് ഒന്നുകൂടി നോക്കാം. 2 ക്യൂബ് മൈനസ് 2 പ്ലസ് 2, അതെ, ഇത് 2 അല്ലെങ്കിൽ ഇത് വെട്ടിപ്പോന്ന് പറഞ്ഞാലും മതി. 8/2 4 അതല്ല. ഇനി ഓപ്ഷൻ ബി പറയുന്നത് 2 raised to n plus 1. അപ്പോൾ 2 raised to 3 minus 2 minus 2
ഡിവൈഡ് ബൈ താഴെ 2⁻2 - 1. എന്നിന് 2 ആണല്ലോ കൊടുക്കുന്നത്. ഇത് 8 - 4 4/2 2 കിട്ടും. ഇത് മാച്ച് ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 2 ആണ്. 2 തന്നെ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ സിയും ഡിയും ചെക്ക് ചെയ്താൽ കിട്ടില്ല. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് സിയും ഡിയും മാച്ച് ആവുന്നില്ല. അപ്പോൾ ബി ആണ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 97ന്റെ ആൻസർ നമുക്ക് ധൈര്യപ്പെട്ട് ടിക്ക് ചെയ്യാമല്ലോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. സിഗ്മ FI/XI ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് 98ഉം ചെയ്യാം. ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 98 പറയുന്നത് വാട്ട് ഈസ് എക്സ് ബാർ അല്ലേ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വാട്ട് ഈസ് എ മീൻ? ഇത് ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ FI/XI ബൈ സിഗ്മ FI ആണ്. അതിൽ N2 തന്നെയാണ് കേട്ടോ. N = അപ്ലിക്കബിൾ ഫോർ 97 ആൻഡ് 98 ആണ്. 2 ഒബ്സർവേഷനേ ഉള്ളൂ. സിഗ്മ FI/XIയുടെ വാല്യൂ നമുക്ക് ഓപ്ഷൻ ബി എന്താണ് 2 ആണെന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ? സിഗ്മ FI/XIയുടെ വാല്യൂ 2 ആണെന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ബി ശരിയാണല്ലോ. സിഗ്മ FI/XI ആണല്ലോ 97 ചോദിച്ചിരുന്നത്. താഴെ സിഗ്മ എഫ് ഉണ്ട്. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ 1 + 1/2. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ 1 + 1/2 1/2 ആണല്ലോ. 1 + 1/2 3/2 അല്ലേ? ശരിയാണല്ലോ. 1 + 1/2 എന്താണ്? 3/2 ആണ്. ഇത് 4/3 വരും. 4/3 അല്ലേ? 4/3. ഏത് ഓപ്ഷനാണ് 4/3 കിട്ടണേന്ന് നോക്കാം അല്ലേ? ശരിയല്ലേ? ഏത് ഓപ്ഷനാണ് 4/3 കിട്ടുന്നത്? ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ 4/3 വരും. എന്നിന് നമ്മൾ 2 ആണല്ലോ കൊടുക്കുന്നത്. എന്നിന് 2 ആണ് കൊടുക്കുന്നത്. ഓപ്ഷൻ എ ഒന്ന് നോക്കിയാലോ. 2 എടുത്താൽ 2³ 8. വേഗം എഴുതാം അല്ലേ? എന്നിന് 2 കൊടുക്കാം. താഴെ എന്നിന് 2 കൊടുത്തപ്പോൾ 4 - 1 3 വന്നു. ഇത് 8/3 ആയി. ഇതല്ല. ഇനി ഓപ്ഷൻ ബി കൊടുക്കുക. എന്നിന് 2 കൊടുത്തപ്പോൾ 2³ 8 ആയി. -2 -2. എന്നിന് 2 ആണല്ലോ. താഴെ 2⁻n - 1. അതായത് 2⁻2 - 1 2 വരും. ഇതല്ല. ഇനി ഓപ്ഷൻ സി നോക്കാം. 2³ 8 -2 -2 ഡിവൈഡ് ബൈ 2² 4 - 1 3. 4/3 മാച്ച് ആവുന്നുണ്ട്. ഇത് 4/3 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇത് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ. സോ നമ്മൾ മീൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമുക്കിപ്പോൾ അറിയാം എങ്ങനെയാണ് ആവറേജ് വാല്യൂ കാണുന്നതെന്ന് അറിയാം. നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയും പഠിച്ചു, ഗ്രൂപ്പ്ഡ് ഡാറ്റയും പഠിച്ചു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോയാലോ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് മീഡിയൻ. വേറൊരു ആവറേജ് ആണ്. മീൻ നിങ്ങൾക്കിപ്പോൾ നല്ലപോലെ അറിയാം. ഇനി വേറൊരു ആവറേജ് ആണ് മീഡിയൻ. ഇതിൽ നിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ടഫ് വരാറില്ല ഇതിൽ നിന്ന്. നോർമലി ഡയറക്റ്റ് തന്നെയാണ് വരാറ്. സോ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മീഡിയൻ എന്ന് പറഞ്ഞാൽ കുറേ നമ്പറുകൾ തന്നിട്ട് മീഡിയൻ കാണാൻ പറഞ്ഞാൽ നമ്പറുകളെല്ലാം അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് മിഡിൽ വാല്യൂ എന്താണോ അതെടുത്ത് എഴുതാം. ഇപ്പോൾ ജസ്റ്റ് 2 എക്സാമ്പിൾ എന്ന് പറയട്ടെ. എക്സാമ്പിൾ 1 2 5 1 4 9. ഇതിൻ്റെ മീഡിയം കാണണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഇതിൽ ലോവസ്റ്റ് നമ്പർ 1 ആണ്, പിന്നെ 2 ആണ്, പിന്നെ 4 5 9. എഴുതിയത് ശരിയല്ലെന്നൊക്കെ ആദ്യം തന്നെ അസെൻഡിങ് ഓർഡറിലേക്ക് ആക്കണം. 1 2 4 5 9. എന്നിട്ട് മിഡിൽ വാല്യൂ ഏതാണ്? ഇവിടെ 4 ആണ്. ദാറ്റ് ഈസ് മീഡിയൻ. ഡിനോട്ട് ബൈ ക്യാപിറ്റൽ ലെറ്റർ. ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 5 ആണല്ലേ? ആണല്ലോ. അതെ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് നമ്പർ ആണെങ്കിൽ ഒരേ ഒരു മിഡിൽ ടേമേ ഉണ്ടാവുള്ളൂ. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഞാനത് റിസൾട്ടായിട്ട് തരാം. വേറൊരു എക്സാമ്പിൾ മീഡിയൻ കാണാനാണ് കേട്ടോ. മീഡിയൻ. സോ വേറൊരു എക്സാമ്പിൾ 5 7 8 4 1 9. ഇതിൻ്റെ മീഡിയം കാണണം. നമ്മൾ ആദ്യം തന്നെ ഇതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഇതിൽ സ്മോളസ്റ്റ് നമ്പർ 1 ആണ്, പിന്നെ 4, പിന്നെ 5. ശരിയല്ലേ? 1 4 5 7
8 9 ശരിയല്ലേ? അതെ. ഇതിൻ്റെ മിഡിൽ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ മിഡിൽ വാല്യൂ ഇല്ല, 2 മിഡിൽ വാല്യൂസ് ഉണ്ട്, 5 7. അപ്പോൾ ഇത് നോട്ട് ചെയ്താൽ മതി. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇവിടെ 6 ആണ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈവൺ ആണെങ്കിൽ 2 മിഡിൽ ടേം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മീഡിയം കാണണമെങ്കിൽ 2ൻ്റെയും ആവറേജ് എടുത്താൽ മതി. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈവൺ ആണെങ്കിൽ 2 മിഡിൽ ടേം വരും. അങ്ങനെയാണെങ്കിൽ 2ൻ്റെയും ആവറേജ് എടുത്താൽ മതി. ദാറ്റ് ഈസ് 6. അപ്പം ഞാൻ ഈ റിസൾട്ട് പറഞ്ഞുതരാം, അത് ബൈ ഹാർട്ടാക്കുക. മീഡിയൻ ഓഫ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ കാണാനുള്ള ഫോർമുല. അൺഗ്രൂപ്പ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോമിറ്റ് എഴുതിയിട്ടെ. ഇപ്പോൾ ഒരുപാട് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് മിഡിൽ നമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കുറച്ചേ ഉള്ളെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് മിഡിൽ നമ്പർ അല്ലേ? കുറേ ഒബ്സർവേഷൻസ് ഉണ്ടാവുമ്പോൾ എക്സാക്ട് മിഡിൽ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഫോർമുല ഉണ്ട് ഇവിടെ. 2 കേസസ് ആയിട്ടുണ്ട് കേട്ടോ. ഇഫ് എൻ ഈസ് ഓഡ് നമ്പർ, എൻ ഓടാണെങ്കിൽ, ഇപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ എൻ ഓടാണല്ലോ അല്ലേ? എൻ ഓടാണെങ്കിൽ എന്താ പറയുക, അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടത്. എൻ ഓടാണെങ്കിൽ മീഡിയൻ വിൽ ബി n+1/2th ഡാറ്റ. അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിന് ശേഷം ഏത് ഡാറ്റയാണ്? n+1/2th ഡാറ്റ. ഇനി n ഈവൺ ആണെങ്കിൽ, ഇഫ് n ഈസ് ഈവൺ, n ഈവൺ ആണെങ്കിൽ 2 എണ്ണം ഉണ്ടാവും, 2 ടേം ഉണ്ടാവും. അത് ഏതൊക്കെയാണ്? n/2th നെക്സ്റ്റും. അതിൻ്റെ ആവറേജ് എടുത്താൽ മതി. ഹാഫ് ഓഫ് ബൈ ഹാർട്ടാക്കി വെക്കണം. n/2th ഡാറ്റ പ്ലസ് നെക്സ്റ്റ് ഡാറ്റ. നെക്സ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ n/2th ഡാറ്റ കഴിഞ്ഞ് വരുന്ന അടുത്ത ആൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ n/2 + 1th എന്ന് പറയുന്നേക്കാളും ബെറ്റർ നെക്സ്റ്റ് എന്ന് പറയുന്നാലേ. അപ്പോൾ n ഈവൺ ആണെങ്കിൽ 2 മിഡിൽ ടേംസ് ഉണ്ടാവും. ഏതൊക്കെയാണ്? n/2th ഡാറ്റയും അതിൻ്റെ തൊട്ടടുത്ത ഡാറ്റയും. അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് രണ്ടും ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യണം. ഈ ഫോർമുല മറക്കാൻ പാടില്ല. ദിസ് ഈസ് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ക്ലിയർ ആയല്ലോ? നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, NDA. ഇത് NDA 2018 ചോദിച്ചതാണ്. NDA 2018 ആണ്. വാട്ട് ഈസ് ദ മീഡിയൻ ഓഫ് ദ നമ്പേഴ്സ്? അപ്പോൾ അതൊന്ന് കെയർഫുൾ ആയിരിക്കണം. കുറേ നമ്പറുകൾ തരും, റിപ്പീറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. വളരെ ശ്രദ്ധിച്ച് മിസ്സാവാതെ ചെയ്യാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് അസെൻഡിങ് ഓർഡറിൽ എഴുതലാണ്. ഇതെങ്ങനെ എഴുതണം? അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ആ നെഗറ്റീവ് നമ്പറായ -4.8 അല്ലേ? ഇതിലേറ്റവും ചെറിയ നമ്പർ -4.8. വേറെ നെഗറ്റീവ് ഇല്ല. എഴുതി അതുകൊണ്ട് വെട്ടിക്കളയുക. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് എഴുതി പോവും അല്ലേ? തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കൽ എഴുതിയ നമ്പർ ആണെങ്കിൽ എഴുതി കഴിഞ്ഞിട്ട് ആ ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഏതാ? -4.8 കഴിഞ്ഞിട്ട് 0 ആണോ? വേറെ നെഗറ്റീവ് നമ്പറുകളൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്? ഇല്ല. പിന്നെ ഇതിനകത്ത് 0 വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ? 0 എഴുതി. ഇപ്പോൾ 0 വെട്ടിക്കളയാ. 0 എഴുതി. -4.8 എഴുതി, 0 എഴുതി അല്ലേ? ശരിയല്ലേ? എഴുതിയതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. 0 കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് നമ്പർ ഏതാ? 0 കഴിഞ്ഞിട്ട് 9.3, 7.6, 2.3 ഒന്ന് ഒടിച്ചു നോക്കാം. 2.3 ആണോ സ്മോളസ്റ്റ്? അതെ. അത് കഴിഞ്ഞിട്ട് വരുന്ന സ്മോളസ്റ്റ് നമ്പർ 2.3 ആണ്. നമ്മൾ ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ വെറുതെ അത് നോക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അല്ലേ? നമ്പർ ഇങ്ങനെ കുറഞ്ഞു വരുമല്ലോ. 2.3 കഴിഞ്ഞു. വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? 2.3 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ 3.5 ആണോ? അതെല്ലോ, 3.5 ആണല്ലോ നെക്സ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടില്ല 3.9 വരുന്നത്. 3.5 എഴുതി, ഉടനെ ഡിലീറ്റ് ചെയ്യാം. വേറെ നമ്പർ ഒന്നുമില്ലല്ലോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് 3.9 വരും, ഡിലീറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് 3.9 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ ഏതാ? 4.6 കാണുന്നുണ്ടല്ലോ, 4.6. അത് ഡിലീറ്റ് ചെയ്തു. 4.6 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 5.2 കാണുന്നുണ്ടല്ലോ, ഒരു 5.2 ഇവിടെ. ക്വസ്റ്റ്യൻ എളുപ്പമാണ്, ഞാനെന്നാലും വളരെ ശ്രദ്ധിച്ചിട്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അത് എഴുതി. 5 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ 6.1 അല്ലേ? 6.1 ആണ്, അത് എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് 7.6 ആയിരിക്കും അല്ലേ? അതെ, 7.6 ആണ്. അത് ഡിലീറ്റ് ചെയ്യുക. നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് കണ്ടില്ലേ? മറ്റുള്ള നമ്പറുകൾ നമ്മൾ നോക്കുന്നില്ല.
നമ്മളെ വ്യൂ അതിലോട്ട് പോകുന്നില്ല. 7.6 കഴിഞ്ഞു, പിന്നെ ഏതാണ് 8.2 ആണ് അല്ലേ പിന്നെ വരുന്നത്. 8.2 എഴുതി, പിന്നെ 9.3 ഉണ്ട്, ആൻഡ് ഫൈനലി 12.7 ഉണ്ട് അല്ലേ. 9.3 ഉണ്ട്, 12.7 ഉണ്ട്. ഹൗ മെനി ഒബ്സർവേഷൻസ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് n12 ആണല്ലോ, ഈവൺ ആണ്. 2 മിഡിൽ ടേം വരും. ഏതൊക്കെയാ? n/2th ഡാറ്റ പ്ലസ് നെക്സ്റ്റ് ഡാറ്റ അല്ലേ, അങ്ങനെയാണ്. അപ്പോൾ ഹാഫ് ഓഫ് 6th ഡാറ്റ പ്ലസ് 7th ഡാറ്റ അല്ലേ. 6th ഡാറ്റ പ്ലസ് 7th ഡാറ്റ. 6th ഡാറ്റ ഇതിലേതാ? 1, 2, 3, 4, 5, 6, 4.6 ആണ്. 7th ഡാറ്റ 5.2 ആണ്. കാൽക്കുലേഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ചെയ്ത് നോക്കിയാൽ മതി. 4.9 കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ, 4.9 കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. വളരെ സിമ്പിളായുള്ളൊരു ഡയറക്റ്റ് പ്രോബ്ലമാണ്. NDA 2018 ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ നോക്കാം. ദ മീഡിയൻ ഓഫ് ദ ഒബ്സർവേഷൻസ് 22, 24, 33, 37 എക്സെട്ര ഇൻ അസെൻഡിങ് ഓർഡർ ഇസ് 42. ഇത് ഓൾറെഡി അസെൻഡിങ് ഓർഡറിലാണെന്ന് അവർ പറയുന്നുണ്ട് അല്ലേ. ദിസ് ഈസ് ഓൾറെഡി ഇൻ ദ അസെൻഡിങ് ഓർഡർ. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഇതിൻ്റെ മീഡിയൻ 42 ആണ്. അങ്ങനെയാണെങ്കിൽ 5th ഡാറ്റയും 6th ഡാറ്റയും എന്താണ്? ഇതെങ്ങനെ ചെയ്യേണ്ടത്? ഇവിടെ ഓൾറെഡി അസെൻഡിങ് ഓർഡർ ആണ്. ഇവിടെ ഹൗ മെനി ഒബ്സർവേഷൻസ്? എത്രയാണ്? ഇത് ഓൾറെഡി അസെൻഡിങ് ഓർഡർ ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ഒബ്സർവേഷൻസ് ഇല്ല. ഒന്നുകൂടി നോക്കാം. 3, 4, 5, 6, 7, 8, 9, 10. n=10. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ മീഡിയൻ 42 ആണ് തന്നിട്ടുണ്ട് അല്ലേ. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് n/2th ഡാറ്റ പ്ലസ് നെക്സ്റ്റ് ഡാറ്റ. ഹാഫ് ഓഫ് n/2th ഡാറ്റ പ്ലസ് നെക്സ്റ്റ് ഡാറ്റ അല്ലേ. ഹാഫ് ഓഫ് 5th ഡാറ്റ പ്ലസ് 6th ഡാറ്റ. ഹാഫ് ഓഫ് 5th ഡാറ്റ എന്താണെന്ന് അറിയാമോ? 1, 2, 3, 4, 5 അത് x+1 ആണ്. 6th ഡാറ്റ എന്താണെന്ന് അറിയാമോ? x+3 ആണ്. ഇത് ചെയ്തു വരുമ്പോൾ 2x + 4/2 കിട്ടും അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2x/2 x വരും, 4/2 വരും. ഇതാണ് മീഡിയൻ. അത് 42 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. 42 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ് എന്താ കിട്ടുക? എക്സ് എന്ന് പറഞ്ഞാൽ 42 - 2 ദാറ്റ് ഈസ് 40. x 40 കിട്ടി. ഇത്രയും ക്ലിയർ ആയല്ലോ. നമുക്ക് എന്താ വേണ്ടത്? വാട്ട് ഈസ് ദ വാല്യൂസ് ഓഫ് 5th ഡാറ്റ ആൻഡ് 6th ഡാറ്റ? സോ 5th ഡാറ്റ എന്ന് പറഞ്ഞാൽ x+1 ആണെന്ന് പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് 41. 6th ഡാറ്റ x+3 ആണെന്ന് പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് 43. എക്സിന്റെ വാല്യൂ 40 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 41 ആൻഡ് 43 ഇത് രണ്ടുമാണ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയതാണ് അല്ലേ. ഇപ്പൊ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ NDA 2023 ആണ്. ക്വസ്റ്റ്യൻ പറയട്ടെ, വായിക്കട്ടെ. ഫോർ ഡാറ്റ -1, 1, 4, 3, 8, 12, 17, 19, 9, 11. If capital letter M is the median of 5 observations, first 5 observations, and capital letter N is the median of the last 5 observations, what is the value of 4m - n? അപ്പോൾ ഇത് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഞാനത് ഞാൻ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എഴുതണുള്ളൂ. നിങ്ങൾക്ക് മെത്തേഡ് മനസ്സിലാവുന്നുണ്ടല്ലോ. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഫസ്റ്റ് 5 ഒബ്സർവേഷൻസ് ഏതായിരിക്കും എന്ന് പറയാമോ? ഫസ്റ്റ് 5 ഒബ്സർവേഷൻസ് ഞാനിവിടെ എഴുതാം, അത് നല്ലത് അല്ലേ. ഫസ്റ്റ് 5 ഒബ്സർവേഷൻസ് ഇതിൽ ഏറ്റവും ചെറിയ നമ്പറുകൾ ഏതാ? ഞാൻ അസെൻഡിങ് ഓർഡറിൽ എഴുതാം അല്ലേ. -1 ആണ് സ്മോളസ്റ്റ് നമ്പർ, ഉടനെ ഡിലീറ്റ് ചെയ്തു. പിന്നെ അടുത്ത സ്മോളസ്റ്റ് നമ്പർ ഏതാ? ഇതിനകത്ത് 1 ആണ് അല്ലേ, ഡിലീറ്റ് ചെയ്തോ. ഫുൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാണ്. ഓരോന്ന് എഴുതി കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്തോ. പിന്നെ ഏതാ അടുത്തത്? 3 അല്ലേ. 4, 3, 8, 12 അതെ 3 ആണ്.
3 ഡിലീറ്റ് ചെയ്തു. പിന്നെ അടുത്ത 4 ആണല്ലോ, 4 എഴുതി ഉടനെ തന്നെ അത് ഡിലീറ്റ് ചെയ്തു. നമ്മൾ വ്യൂ മറ്റുള്ളതിലോട്ട് പോകില്ല അല്ലേ. 4 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ ഏതാണ്? 9 അല്ലേ എന്ന് നോക്കിയേ, 9 ആണ്. 9 ഡിലീറ്റ് ചെയ്തു. 9 അല്ലല്ലോ, 8 അല്ലേ. 9 മുമ്പ് വേറൊരാളുണ്ടല്ലോ, 8 അല്ലേ. 4 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണ്? 4 കഴിഞ്ഞ് വരുന്ന നമ്പർ 9 അല്ല, 8 ആണ്. 8 ഡിലീറ്റ് ചെയ്തു, പിന്നെയാണ് 9 വരുന്നത്. 9 ഡിലീറ്റ് ചെയ്തു, പിന്നെ 11 ആണ്. 11 ഡിലീറ്റ് ചെയ്തു, പിന്നെ 12, പിന്നെ 17, പിന്നെ 19 അല്ലേ. എല്ലാം ആയിട്ടില്ലെന്ന് നോക്കാം, കൗണ്ട് ചെയ്ത് നോക്കാം. ഒന്നും മിസ്സായിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം. ഹൗ മെനി ഒബ്സർവേഷൻസ്? 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8. ഒരു മിനിറ്റ് ഒന്നുകൂടി കൗണ്ട് ചെയ്യട്ടെ. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. യെസ്, കറക്റ്റ്. ഒന്നും മിസ്സായിട്ടില്ല. Capital time is the median of the first 5 observations. ഫസ്റ്റ് 5 ഒബ്സർവേഷൻസ് ഇതിലേതാ? ഞാൻ റൗണ്ട് ചെയ്തടാ. ഇതല്ലേ ഫസ്റ്റ് 5 ഒബ്സർവേഷൻസ്? അതെ. ഇതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് മനസ്സിലായല്ലോ. ക്യാപിറ്റൽ ടൈം ഈസ് ദ മീഡിയൻ ഓഫ് ദ ഫസ്റ്റ് 5 ഒബ്സർവേഷൻസ്, ദാറ്റ് ഈസ് 3. ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ n ഈസ് ദ മീഡിയൻ ഓഫ് ദ ലാസ്റ്റ് 5 ഒബ്സർവേഷൻസ്. ലാസ്റ്റ് 5 ഏതാണെന്ന് മനസ്സിലായോ? ഇതല്ലേ, നോക്കിയേ, ശരിയല്ലേ നോക്കിയേ. അതെ, ഇതാണ് ലാസ്റ്റ് 5 ഒബ്സർവേഷൻസ്. അതിൻ്റെ മിഡിൽ വാല്യൂ 12 ആണ് അല്ലേ, 12 ആണ്. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് 4m - n ആണ്. 4m എന്ന് പറഞ്ഞാൽ 4 × 3, 12 - 12 0 ആണ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെയാണ്. ഇനി നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. മീഡിയൻ ഇഫ് എന്താണ്? മീഡിയൻ ഓഫ് ദ ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫോർമുലയായിട്ട് പറയേണ്ട ആവശ്യമില്ല, ഇത് ഞാൻ പറഞ്ഞുതരാം. മീഡിയൻ ഓഫ് ദ ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് വിത്തൗട്ട് ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഹെഡിങ് ആയിട്ട് എഴുതാം. മീഡിയൻ ഓഫ് ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് ഞാനിപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ എൻ്റെ കയ്യിലുണ്ട്. ഗ്രൂപ്പ്ഡ് ഡാറ്റ വിത്തൗട്ട് ക്ലാസ് ഇൻ്റർവെൽ. ക്ലാസ് ഇൻ്റർവെൽ വരുമ്പോൾ കുറച്ച് ഫോർമുല ഉണ്ട്, വേറൊരു ഫോർമുല ഉണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. വിത്തൗട്ട് ക്ലാസ് ഇൻ്റർവെൽ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. അതൊരു എക്സാമ്പിൾ, ഒരു സപ്പോർട്ടായിട്ട് വേണം, എന്നാലും അത് മനസ്സിലാവുള്ളൂ. മീഡിയൻ ഓഫ് ദ ഗ്രൂപ്പ്ഡ് ഡാറ്റ വിത്തൗട്ട് ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റയുണ്ട്, ഫ്രീക്വൻസി ഉണ്ട് അല്ലേ. നമ്മൾ ഡാറ്റയും താഴേക്ക് എഴുതി പോവാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. ഞാനിവിടെ താഴേക്ക് എഴുതാണ്. ഇവിടെ എഴുതിക്കോട്ടെ, XI ആൻഡ് FI. താഴേക്ക് എഴുതി പോവാണ് കേട്ടോ. XI FI താഴേക്ക് തന്നെ എഴുതണേ. അപ്പോൾ എന്താണ് XI എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 ആണ്. ശരിയാണോ? XI 1 2 3 4 5 6 7 8 9 അല്ലേ. 8 വരെയുള്ളൂ, 9 ഇല്ല. നമ്മൾ XI എഴുതി അല്ലേ. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എന്തൊക്കെയാണ്? വളരെ ശ്രദ്ധിച്ചെഴുതണം. 3 15 45 57 50 36 25 9 ആണ്. നമ്മൾ എഴുതിയത് ശരിയല്ലേ എന്നൊന്നും നോക്കേണ്ടി വരും. 3 15 45 57 50 36 25 9. അതെ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മറക്കണ്ട, മീഡിയൻ ഓഫ് ദ ഗ്രൂപ്പ്ഡ് ഡാറ്റ വിത്തൗട്ട് ക്ലാസ് ഇൻ്റർവെൽ ആണെങ്കിൽ ഒരു കോളം കൂടി വരയ്ക്കേണ്ടി വരും. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കേട്ടിട്ടുണ്ടോ? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു കോളം വരയ്ക്കണം, നിർബന്ധമാണ്. ക്ലാസ് എന്താണ് ഫ്രീക്വൻസി എന്നാൽ CF നിർബന്ധമാണ്. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത് എഴുതുന്നത് പറഞ്ഞുതരാം. ആദ്യത്തെ ഫ്രീക്വൻസി അതേപോലെ തന്നെ പകർത്താം. രണ്ടാമത്തെ ഫ്രീക്വൻസി എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 + 3 18 എഴുതാം. 18 + 45, അതായത് ആദ്യത്തെ ഫ്രീക്വൻസി അതേപോലെ തന്നെ പകർത്താം. എന്നിട്ട് അത് അടുത്ത ആളായിട്ട് ആഡ് ചെയ്യുക. 18 45 ആയിട്ട് ആഡ് ചെയ്യുക. ഞാനൊന്ന് ആഡ് ചെയ്ത് നോക്കട്ടെ, തെറ്റിക്കാതെ ആഡ് ചെയ്യണം. 18ഉം 45ഉം തമ്മിൽ ആഡ് ചെയ്താൽ 63.
63യും 57ഉം തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നോക്കട്ടെ. 120 കിട്ടും. 120 50 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 170 വരും. 170 36 ആഡ് ചെയ്യുമ്പോൾ 206 കിട്ടും അല്ലേ? 206 വളരെ ശ്രദ്ധിച്ച് ആഡ് ചെയ്യണം. 25 ആയിട്ട് ആഡ് ചെയ്യാം. 231 വരും. 240 വരും. ഇതിന് നമ്മൾ ക്യാപിറ്റൽ എന്നാണ് പറയാ. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ അവസാനം വരുന്ന നമ്പറിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ എൻ, വിച്ച് ഈസ് സെയിം ആസ് സിഗ്മ എഫ്, വിച്ച് ഈസ് സെയിം ആസ് ദ സിഗ്മ എഫ്. ഇപ്പൊ സി എഫ് എടുത്തണം, മനസ്സിലായല്ലോ. ആദ്യത്തെ ഫ്രീക്വൻസി അങ്ങനെ തന്നെ എഴുതാം, പിന്നെ ആഡ് ചെയ്ത് പോയാൽ മതി. ഈ 240 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. അതായത് ഈ തന്നിരിക്കുന്ന ഡാറ്റ ഇങ്ങനെ കോമിട്ട് എഴുതി പോയി കഴിഞ്ഞാൽ 240 ഒബ്സർവേഷൻസ് ഉണ്ടാവുന്നതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ അങ്ങനെ എഴുതുന്നില്ല. ഇവിടെ 1 എന്ന് പറഞ്ഞാൽ 3 തവണ റിപ്പീറ്റഡ് ആണ്, 2 15 തവണ റിപ്പീറ്റഡ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ കോമിട്ട് എഴുതി കഴിഞ്ഞാൽ 240 ഒബ്സർവേഷൻസ് ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല തന്നെയാണ് കേട്ടോ. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഈവൺ ആയതുകൊണ്ട് ഹാഫ് ഓഫ് n/2th ഡാറ്റ പ്ലസ് നെക്സ്റ്റ് ഡാറ്റ. സെയിം ഫോർമുല തന്നെ ഉപയോഗിച്ചോ. ഹാഫ് ഓഫ് n/2 എന്ന് പറഞ്ഞാൽ 240/2 അല്ലേ? 120th ഡാറ്റ പ്ലസ് 121st ഡാറ്റ. മനസ്സിലാവുന്നുണ്ടല്ലോ? 120th ഡാറ്റ ഞാൻ ആ ടേബിളിൽ നിന്ന് കാണിക്കാം. ഓക്കെ, എങ്ങനെയാണ് ടേബിളിൽ നിന്ന് 120th ഡാറ്റ കാണുന്നത്? ഈ തന്നിരിക്കുന്ന ഡാറ്റ എല്ലാം കോമിട്ട് എഴുതി കഴിഞ്ഞാൽ 120th ഡാറ്റ എന്തായിരിക്കും? പക്ഷെ അതിനുവേണ്ടി കോമിട്ട് എഴുതി ചെയ്ത സമയം കളയണ്ട. 120th ഡാറ്റ കാണാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. 120 എന്ന് പറഞ്ഞാൽ സി എഫിൽ ഉണ്ടോ എന്ന് നോക്കാം. ഭാഗ്യത്തിനുണ്ട് അല്ലേ? ശരിയല്ലേ? ഭാഗ്യത്തിനുണ്ട്. 120ക്ക് നേരെ വരുന്ന ഡാറ്റ എന്താണെന്ന് നോക്കാം. 4. ഇല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യും. ഓക്കെ, മറക്കണ്ട. 120th ഡാറ്റ കാണണമെങ്കിൽ 120 എന്ന് പറഞ്ഞാൽ അത് ഇവിടെ തന്നെ പറഞ്ഞുതരാം, കുഴപ്പമില്ല. 120 എന്ന് പറഞ്ഞ നമ്പർ സി എഫിൽ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ വേറൊരു മെത്തേഡും കൂടി പറയട്ടെ. സാധാരണ ചില ബുക്കുകളിൽ ഇത് എന്താ പറയുക ഫ്രീക്വൻസി തരുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒരു അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ സിംപ്ലി റൈറ്റ് 8/2th ഡാറ്റ. അങ്ങനെ ചെയ്യാറുണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഓപ്ഷൻസ്. ക്ലാസിൻ്റെ ഫ്രീക്വൻസി തരുമ്പോൾ മാത്രം ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനൊരു ചോയ്സ് ഇല്ല എങ്കിൽ ഇങ്ങനൊരു ചോയ്സ്. ആദ്യം ഇത് ട്രൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ. n/2th ഡാറ്റ എടുത്താൽ മതി. n/2th ഡാറ്റ എന്ന് പറയുമ്പോഴും ഏകദേശം മിഡിൽ ഡാറ്റ തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ n/2th ഡാറ്റ എന്ന് പറഞ്ഞാൽ 120/2th ഡാറ്റ അല്ല, 240/2th ഡാറ്റ അല്ലേ? 120th ഡാറ്റ. 120th ഡാറ്റ എന്ന് പറഞ്ഞാൽ സി എഫിൽ 120 ഐഡന്റിഫൈ ചെയ്യുക, അതിന് നേരെ വരുന്ന ഡാറ്റ എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് എ മീഡിയൻ. ഒന്ന് ഓർമ്മയുണ്ടായാൽ മതി കേട്ടല്ലോ. ഇതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇത് മാച്ച് ആവുന്നില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഫ്രീക്വൻസി തരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതാറ്. ഇത് രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്?